വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം 27 38 മുതൽ 40 വരെയുള്ള സൂക്തങ്ങൾ. സുലൈമാൻ അഥവാ സോളമൻ ചക്രവർത്തി തൻ്റെ രാജസദസ്സിലുള്ളവരോട് ചോദിച്ചു, സബഅുകാർ എനിക്ക് വിധേയപ്പെട്ട് ഇവിടെ എത്തുന്നതിന് മുമ്പായി ആ രാജ്ഞിയുടെ സിംഹാസനം ആർക്കാണ് ഇവിടെ എത്തിക്കാൻ കഴിയുക? അപ്പോൾ ജിന്ന് വർഗത്തിൽപ്പെട്ട ഇഫ്രീത്ത് പറഞ്ഞു, താങ്കൾ സ്വസ്ഥാനത്ത് നിന്നും എഴുന്നേൽക്കുന്നതിന് മുമ്പായി ഞാനത് കൊണ്ടുവരാം. എനിക്കതിനുള്ള ശക്തിയും കഴിവുമുണ്ട്, ഞാൻ വിശ്വസ്തനുമാണ് ഞാൻ. അപ്പോൾ വേദപണ്ഡിതനായ ഒരാൾ ബോധിപ്പിച്ചു, താങ്കളുടെ കണ്ണിമ വെട്ടും മുമ്പായി തന്നെ ഞാനിവിടെ അത് കൊണ്ടുവരാം. അങ്ങനെ ആ സിംഹാസനം തൻ്റെ മുമ്പാകെ സ്ഥാപിതമായി കണ്ടപ്പോൾ സുലൈമാൻ പ്രാർത്ഥിച്ചു, ഇതൊക്കെ എൻ്റെ രക്ഷിതാവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ്. ഞാൻ അവനോട് നന്ദിയുള്ളവനാകണോ അതല്ല നന്ദികേട് കാണിക്കണോ എന്നൊക്കെയുള്ള ഒരു പരീക്ഷണമാണിതൊക്കെ. ആരെങ്കിലും നന്ദികേട് കാണിച്ചാൽ അവൻ മനസ്സിലാക്കണം, എൻ്റെ ദൈവം, എൻ്റെ രക്ഷിതാവ് എല്ലാം തികഞ്ഞവനാണ്, ഔദാര്യവാനുമാണ്. ബൽക്കീസ് രാജ്ഞിയുടെ തിരുമുൽ കാഴ്ചയുമായി വന്ന ദൂതന്മാർക്ക് സുലൈമാൻ നബി നൽകിയ സന്ദേശം ഇതായിരുന്നു: നിങ്ങൾ എൻ്റെ കൽപ്പനക്കനുസൃതമായിട്ട് വിധേയപ്പെടുന്നില്ല എങ്കിൽ പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു മഹാസൈന്യവുമായിട്ട് ഞാൻ അങ്ങോട്ട് വരികയും ആ നാട്ടിൽ നിന്ന് നിങ്ങളെയൊക്കെ ആട്ടിപ്പുറത്താക്കുകയും ചെയ്യും. ഈ ഭീഷണിക്ക് മുന്നിൽ സഭയിലെ പ്രമാണിമാരും രാജ്ഞിയുമൊക്കെ മുട്ടുമടക്കി. സുലൈമാൻ നബിയുടെ കൽപ്പനക്കനുസൃതമായിട്ട് നീങ്ങുന്നതാണ് ബുദ്ധി എന്നവർ മനസ്സിലാക്കി. അങ്ങനെ രാജ്ഞിയും പരിവാരവും സുലൈമാൻ നബിയുടെ സന്നിധിയിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു. ഈ വിവരമറിഞ്ഞ സുലൈമാൻ നബി തൻ്റെ രാജ്യസഭ വിളിച്ചു കൂട്ടി. ജിന്നുകളും പണ്ഡിതന്മാരും പട്ടാളക്കാരൊക്കെ അതിൽ ഒരുമിച്ച് കൂടിയിരുന്നു. അപ്പോൾ അദ്ദേഹം അവരോട് ചോദിച്ചു, സഭയിൽ നിന്നും രാജ്ഞിയും പരിവാരം ഇവിടെ എത്തുന്നതിന് മുമ്പായി തന്നെ അവരുടെ സിംഹാസനം ഇവിടെ കൊണ്ടുവരാൻ കഴിവുള്ളവർ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ജിന്നുകളുടെ തലവനും അതിശക്തനുമായ ഒരു ജിന്ന്, അതായത് ഇഫ്രീത്ത് പറഞ്ഞു, ഈ സഭ പിരിയുന്നതിന് മുമ്പായി ആ സിംഹാസനം ഞാനിവിടെ എത്തിക്കുന്നതാണ്. ഫലസ്തീനിൽ നിന്നും ഏതാണ്ട് 3000 കിലോമീറ്റർ അകലെയുള്ള യമനിൽ നിന്നും രാജ്ഞിയുടെ സിംഹാസനം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എത്തിക്കാം എന്നാണ് ഇഫ്രീത്ത് പറഞ്ഞത്. അപ്പോൾ ആ സദസ്സിൽ നിന്നും വേദവിജ്ഞാനം കരസ്ഥമാക്കിയ ഒരാൾ പറയുകയാണ്, താങ്കൾ കണ്ണടച്ച് തുറക്കും മുമ്പ് തന്നെ ഞാൻ ആ സിംഹാസനം ഇവിടെ കൊണ്ടുവരാം. കണ്ണിമ വെട്ടുന്ന നേരത്തിനുള്ളിൽ സിംഹാസനം എത്തിച്ചു തരാമെന്ന് പറഞ്ഞത് ആരായിരിക്കും എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതൊരു മാലാഖയായിരിക്കാം, അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ സയൻസ് ആൻഡ് ടെക്നോളജിയൊക്കെ സ്വായത്തമാക്കിയ ഏതെങ്കിലും മനുഷ്യനാകാനും സാധ്യതയുണ്ട്. എങ്ങനെയായിരുന്നാലും ക്ഷിപ്രവേഗതയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പല ശക്തികളുടെയും സഹായം സുലൈമാൻ നബിക്ക് ലഭിച്ചിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ഇത്തരം കഴിവുകളൊക്കെ ദൈവം കനിഞ്ഞേകിയതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രവാചകന്മാർക്ക് ഇതേപോലുള്ള ദൈവിക സഹായങ്ങളൊക്കെ ലഭിച്ചിരുന്നതായിട്ട് ഖുർആൻ സാക്ഷ്യപ്പെടുന്നുണ്ട്. ഇബ്രാഹിം നബിയെ തീക്കൊണ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി, അതുപോലെ നബി തിരുമേനിയെ മക്കയിൽ ഒരൊറ്റ രാത്രിയിൽ മക്കയിൽ നിന്നും ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദിസിലേക്കും അവിടെ നിന്ന് ആകാശലോകത്തേക്കും കൊണ്ടുപോയത് ഒക്കെ ഖുർആനിൽ ഹദീസിലൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ദൈവത്തിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾപ്പെട്ടതായിരുന്നുവെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്.